ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ടിബിലിസിയിൽ പുതിയൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ഇനോഗ്രേഷന് പോകാൻ പറ്റിയില്ല, ക്ലാസ് ഉണ്ടായിരുന്നു, വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അവിടെ നിന്നാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ആ റെസ്റ്റോറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പം നമ്മൾ 3 പേരും കൂടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ലക്ഷ്മി ചേച്ചിയുണ്ട്, നിതിൻ ചേട്ടനുണ്ട് കൂടെ. നമ്മളപ്പം മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇതാണ് വർക്കത്തല്ലി മെട്രോ സ്റ്റേഷൻ. എൻ്റെ ഫ്ലാറ്റ് മെട്രോയുടെ തൊട്ട് പുറകിലായിട്ട് വരും. തൊട്ട് പുറകിലല്ല, എന്നാൽ ഒരു 200 മീറ്റേഴ്സേ ഉള്ളൂ മെട്രോയിലോട്ട്. ടിബിലിസിയിൽ മൊത്തത്തിൽ 23 മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. അതും അപ്രോക്സിമേറ്റ്ലി ഒരു 27 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേഷൻസും അത്യാവശ്യം ഭംഗിയുണ്ട് കാണാൻ. വർക്കത്തല്ലി മെട്രോ സ്റ്റേഷൻ മാത്രമാണ് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് റെനോവേറ്റ് ചെയ്യാത്തതെന്ന് അറിയില്ല. നമ്മൾക്കിപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം ദിദുബയാണ്. ദിദുബെ വന്നിട്ട് വർക്കത്തലിയിൽ നിന്ന് 12th സ്റ്റോപ്പാണ്. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ദിദുബെ മെട്രോ എത്തി. നമ്മളുടെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ലുബ്ലിയാന എന്ന സ്ഥലത്താണ്. അവിടേക്ക് എത്താൻ ഞങ്ങൾക്ക് ദിദുബയിൽ നിന്ന് ബസ് കയറണം. ഇവിടെ മിക്ക സ്റ്റേഷൻസിലും ഇത് കണക്കത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം നോക്കി സ്റ്റേഷന് പുറത്തോട്ട് പോവുകയാണ്. പോകേണ്ട സ്ഥലം ലുബ്ലിയാനയാണ്. ഇവിടുന്ന് ബസ് പിടിച്ച് 20 മിനിറ്റ് എടുക്കും അങ്ങെത്താൻ. 20 മിനിറ്റ് ഏകദേശം എടുക്കല്ലേ? ഓക്കെ, അവിടെ ഉണ്ട് ബസ് സ്റ്റോപ്പ്. ഹോസ്റ്റൽ ക്ലാസ്സസ് ഒക്കെ ഈ ലുബ്ലിയാന സ്ട്രീറ്റിലാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് പോകേണ്ട ബസ് ഏതാ? 551 എത്ര സ്റ്റോപ്സ്? 551 ഒരു സ്റ്റോപ്പ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ബസ് മാറിപ്പോയി. അപ്പോൾ ഇപ്പം വേറെ ബസ് കയറി. എന്താ പറയുക, നമ്മൾ നടന്നു പോവുകയാണ്. കുറച്ചടുത്ത് 40 മിനിറ്റ്സ് വാക്ക്. 14, അതെ. അയ്യോ, പാലസ് കിച്ചൺ ലുബ്ലിയാന. ഇതാണ് പുതിയതായി ഇനോഗ്രേറ്റ് ചെയ്ത പാലസ് കിച്ചൺ ലുബ്ലിയാന. ഇതിനു മുന്നേ പാലസ് കിച്ചൺ സബുർത്താല പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇന്റീരിയേഴ്സ് ഒക്കെ ഏകദേശം അവിടുത്തെ പോലെയാണ്. ഈ മെനു കാർഡ് നോട്ട പ്രഹസനം കണ്ടാൽ നമ്മൾ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നേ എന്നൊക്കെ നിങ്ങൾ ഓർക്കും. സ്പോയിലർ അലേർട്ട്, വി ഓർഡേർഡ് ബിരിയാണി. ആഫ്റ്റർ ഓൾ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. എന്നാലേ ഈ സമയം കൊണ്ട് നിങ്ങളൊരു കിച്ചൺ ടൂറൊക്കെ എടുത്തിട്ട് വായോ. അപ്പോൾ ഇനോഗ്രേഷൻ്റെ വകയായിട്ട് നമുക്ക് അവർ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ 65 ബിരിയാണി വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോവുകയാണ്. കിടിലൻ ഫുഡാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം അണ്ടിൽ നെക്സ്റ്റ് ടൈം.